ഹലോ ഗൈസ്, വെൽക്കം ടു ചിപ്പി ജ്യോതി സ്റ്റോക്സ്. ഞങ്ങൾ ആക്ച്വലി നമ്മുടെ ഈദിനാഥയുടെ വെക്കേഷൻ്റെ സെക്കൻഡ് ഡേ ആണെന്ന് ഞങ്ങൾക്ക്. സോ ടുഡേ വി ആർ ഗോയിങ് ടു അൽ ഖബാർ. ഒരു സ്മോൾ ഷോർട്ട് ട്രിപ്പിന് വേണ്ടി പോവാം. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. സോ നമ്മൾ ഖബാറിലേക്ക് പോകുന്ന വിശേഷങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യാം. വേണ്ട, ഒന്നും വേണ്ട. അതിങ്ങി ഫ്രണ്ടിലോട്ട് താ. ഇത് പിടിച്ചോ, ഇത് ജസ്റ്റ് മേടിച്ചാട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഷുമൈസും ജസ്റ്റ് വണ്ടി എടുത്തു. നൗ വി ആർ ഗോയിങ് ടു നസ്രിയ. മാമനെ എടുക്കണം. മാമനെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ജാനക്കുട്ടൻ്റെ രണ്ടാമത്തെ ലോങ് ട്രിപ്പാണ്. ഫസ്റ്റ് നമ്മൾ ജിദ്ദയ്ക്ക് പോയി, ഇത് രണ്ടാമത്തെ ട്രിപ്പാ. എങ്ങോട്ടാ പോന്നേ? ആണോ? എന്തോ അവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? സോ എക്സൈറ്റഡ് ആണോ? ശരി ശരി. നമ്മൾ അന്വേഷിച്ച ആള് ദേ വന്നിട്ടുണ്ട്. തേടിയ വെള്ളി കാലിച്ചുറ്റി എന്ന് പറയുന്ന പോലെ ദേ മാമൻ വന്നിട്ടുണ്ട്. മാമനും കൂടെ കയറി കഴിഞ്ഞാലേ നമ്മുടെ ട്രിപ്പ് നമുക്ക് സ്റ്റാർട്ടായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അൽ ഖബാർ എത്തുന്ന വരെയുള്ള ഓരോ വിശേഷങ്ങളും കാണാം. എവിടെ പോവാ? എങ്ങോട്ടാ? അൽ ഖബാർ. അൽ ഖബാർ. അപ്പ നോക്കടി, അപ്പ നോക്കടി. ഇല്ല, ഇതൊരു ചെറിയ ഉറക്കമായിരുന്നു. ആ, കഴിച്ചു. നമുക്കപ്പൊ ഇനി ഇവിടുന്ന് 4 hours ആയിരിക്കും അപ്രോക്സിമേറ്റ്. 4 hours ഉണ്ടായിരിക്കും. കിട്ടൂ? എത്ര ദൂരം ഉണ്ട് ഇനി അങ്ങോട്ട്? 2 hours 7 minutes. 70 minutes. ഇനിയിപ്പോ 16 minutes ആയി. ഇനി നമുക്ക് 2.5 മണിക്കൂർ വീണ്ടും അങ്ങോട്ട് ഡ്രൈവ് ഉണ്ട്. ഫുൾ നമ്മൾ ഡെസേർട്ടിനകത്ത് കൂടെയുള്ള ഡ്രൈവാണ്. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോയി വരുന്നുണ്ട്. നെറ്റ് പോകും, നെറ്റ് വരും. നെറ്റ് പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാൻകുട്ടൻ ഉണർന്നു. അവൻ എന്തൊക്കെയോ പറയുക. ചിപ്സും കൊണ്ട് എവിടെ പോയതാ? കിട്ടും. ഒരു ചിപ്സ് എടുത്തോണ്ട് പോയതാ ക്യാമലിന് കൊടുക്കാൻ. നമ്മളിവിടെ വന്ന വഴിയിൽ വെച്ചിട്ട് കുറെ ക്യാമൽസിനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതാ കാണാൻ വേണ്ടി. ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിയപ്പോഴത്തേക്ക് അവരങ്ങ് പോയി. ഇവിടെ അവരുടെ സൗദിയൊക്കെ ഏതോ ഇല്ല ഒരു പെട്രോൾ കണ്ടോ? ആ പെട്രോളിലുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് അവർ പോയി. കുറെ ഉണ്ട്. നമ്മളെപ്പം ഈ ദമാം റൂട്ട് വന്നാലും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഡെസേർട്ട് വ്യൂ ഇവിടെ കിട്ടാറുണ്ട് മിക്കപ്പോഴും. അവര് ഫുഡ് കഴിക്കുക. അപ്പം നമുക്കിനി ജാൻകുട്ടനൊരു സിർലാക്കിനൊരു ഇവന് കുറച്ച് പ്യൂരി കൊടുക്കാം. ഇതെനിക്ക് തോന്നുന്നത് ആപ്പിൾ ഫ്രൂട്ട്സിന്റെ പ്യൂരിയാന്ന് തോന്നുന്നു, സിർലാക്കിന്റെ. അത് കുറച്ച് കൊടുക്കാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതെ ആപ്പിളിന്റെ പ്യൂരിയ. അപ്പോൾ അവന് കുറച്ച് കൊടുക്കാം.
അവരെല്ലാം കഴിക്കും. അപ്പോൾ ആ ഗ്യാപ്പ് ഇവന് കൊടുക്കുവാണെങ്കിൽ അവൻ്റെ വിശപ്പ് പോവും. ജാൻകുട്ടൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് പ്യൂരി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആപ്പിൾ പ്യൂരി ആണെന്ന്. ആപ്പിൾ പ്യൂരി വലിയ ഇഷ്ടമാണ് പുള്ളിക്കാരന്. പക്ഷെ നമ്മുടെ ക്യാരറ്റ് ബനാനയൊക്കെ കൊടുക്കുമ്പം അത്ര ഒരു താല്പര്യം കാണിക്കാറില്ല. ബട്ട് ആപ്പിൾ പ്യൂരി വലിയ ഇഷ്ടമാണ്. അത് പുള്ളിക്കാരൻ കുടിച്ചോളൂ. ഇഷ്ടപ്പെട്ടോടി നിനക്ക്? എനിക്കിഷ്ടപ്പെട്ടോടി? ഇനിയും ചോദിക്കുന്നുണ്ട് കണ്ടോ, ഇവിടെ ചോദിച്ചോണ്ടിരിക്കുക, കൈ നീട്ടി ചോദിച്ചോണ്ടിരിക്കുക. ഇനി നമ്മൾ ഡെസേർട്ടിനകത്ത് കൂടെയുള്ള ഡ്രൈവാണ്. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോയി വരുന്നുണ്ട്, നെറ്റ് പോകും നെറ്റ് വരും, നെറ്റ് പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് ഖോബാറിലെത്തി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഇവിടെ ആക്ച്വലി ഇവരുടെ വീട്ടിലാണ് നമുക്കൊരു അക്കോമഡേഷനൊക്കെ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു 4 hours കൂടുതലെടുത്തു. ഇടയ്ക്കൊക്കെ നിർത്തി വന്നുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തു.